നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വേദയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടി ചടങ്ങാണ്. വേദയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ സമയത്ത് താനും വിക്രവും എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടി നടത്തേണ്ട ചടങ്ങാണ്. പക്ഷെ ഇവിടെ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തരുണ് നടത്തുവാണ്. തരുണ് നിലവിളക്കെല്ലാം കൊണ്ടുവച്ച് അതിന്റെ അടുത്ത് തന്നെ രാധികയുടെ ഒരു ഫോട്ടോ വെക്കുവാണ്. പിന്നീട് വേദ അങ്ങോട്ട് വന്നപ്പോൾ വേദയോട് പറഞ്ഞു, കുഞ്ഞിന്റെ അമ്മയല്ലേ, അവൾക്കും ആഗ്രഹം കാണത്തില്ലേ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് കാണണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോയോടെ വെച്ചേന്ന് പറഞ്ഞു. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോളുടെ നൂലുകെട്ട് ചടങ്ങല്ലേ, അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടു കൂടി നടത്തേണ്ടതായിരുന്നു. അത് കേട്ടതും വേദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ വീട് മൊത്തം അലങ്കരിച്ച് വലിയ ആഘോഷമായിട്ട് തന്നെയാണ് തരുൺ ആ ചടങ്ങ് നടത്താനായിട്ട് പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വേദയും സേതുലക്ഷ്മി അമ്മ എല്ലാം ചേർന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുളിപ്പിരെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തരുൺ അവിടേക്ക് വന്നു. തരുൺ വന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങണം. ആ സമയം സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, എടാ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. എന്താ, കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ വേദയുടെ കൈ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ അങ്ങനെ കണ്ണെഴിച്ച് പൊട്ടൊക്കെ തൊഴിച്ചു വേദയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, മോൾക്ക് സങ്കടം ആവുന്നുണ്ടോയെന്ന് ചോദിച്ചു. എന്തിയെ ചെയ്യാൻ പറ്റുമേ, ഞാനായിട്ട് എടുത്ത തീരുമാനമല്ലേ, എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലുത് കുഞ്ഞിൻ്റെ ജീവനാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ വേദനയ്ക്കൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തരുണിൻ്റെ മടിയിലിരുത്തി കുഞ്ഞിനെ പേരിടൽ ചടങ്ങൊക്കെ നടത്തുവാണ്. വേദയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും ആ സമയത്ത് കടന്നു വന്നേ. കുറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കുറേ സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞ് വിശന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ വേദ പാല് കൊടുക്കാനായിട്ട് മുറിയിലേക്ക് വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ തരുൺ അങ്ങോട്ട് വന്നപ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, എടാ മോനെ കുഞ്ഞിനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുക അവളെന്ന് പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ തരുണൊന്നും മിണ്ടിയില്ല. അങ്ങനെ ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും തരുൺ എന്ത് ചെയ്തു, വേദയുടെ മുറിയിലേക്ക് വന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, എടാ മോനെ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ തരുൺ മുറിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ എടുത്തുകൊണ്ട് സേതുലക്ഷ്മി അമ്മ തരുണിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എടാ നീ ഈ കാണിക്കുന്നുണ്ടല്ലോ, ആ ശരിയായിട്ടുള്ള കാര്യമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, നീ ഇപ്പൊ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അമ്മയില്ലെന്ന് ഉള്ള അർത്ഥത്തിലാണ്. അതൊരിക്കലും ശരിയല്ല. അമ്മ എന്തൊക്കെയാ പറയണേ? എടാ ഇവളുടെ ബാല്യം ഒന്ന് കഴിഞ്ഞോട്ടെ. കുഞ്ഞിന് അമ്മയില്ലാന്ന് നീ അതിൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുനാളിലെ മുതൽ അമ്മയില്ലാതായി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ബാല്യം എന്തായി തീരും? ഓ, അപ്പം അമ്മ മനസ്സിൽ അമ്മയായിട്ട് കാണുന്ന ആരെയാ? അവളെയാണോ? കുഞ്ഞിനെ നോക്കുന്ന വരുന്ന സ്ത്രീയാണോ എന്ന് ചോദിച്ചു. എടാ അങ്ങനെ അമ്മയായിട്ട് കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതല്ല സത്യം. നീ എപ്പോഴും ഇങ്ങനെ അവളിന്ന് കുഞ്ഞിനെ അകറ്റാൻ ശ്രമിക്കരുത്. കാരണം കുഞ്ഞിൻ്റെ ഒരു അമ്മയുടെ സ്നേഹം കൂടെ കിട്ടേണ്ട സമയമാണിത്. അവളാണ് കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നില്ലേ തരുണേ. എപ്പോഴാണെങ്കിലും ഇവൾ വളർന്നു വരുന്ന സമയത്ത് ഇവൾക്കൊരു അമ്മ വേണം. അമ്മയില്ലാതെ എത്ര നാളും നിനക്ക് ഇവളെയും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ഒരു പെൺകുഞ്ഞും കൂടെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് തരുണിനെ ഉപദേശിക്കുന്നുണ്ട്. തരുണ് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. പിന്നീട് സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെയും കൊണ്ട് വേദയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും കോടതിയിൽ കേസ് വിളിക്കുകയാണ്. വിക്രത്തിൻ്റെ കേസ് വിളിച്ചു. അപ്പം പരോളിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് മാത്രമല്ല ഹൈക്കോടതിയിൽ അപ്പീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വാദപ്രതിവാദങ്ങൾ തുടങ്ങുകയാണ്. ആദ്യം വിക്രത്തിൻ്റെ കേസ് തന്നെ വിളിച്ചേ ശങ്കരനാരായണൻ അങ്ങനെ വിക്രത്തെ കൂട്ടിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ കക്ഷി ഇവിടെ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാളെ കുറേ ആൾക്കാർ ചേർന്ന് വേട്ടയാടുക ചെയ്തേ. അവരെ പേടിച്ചിട്ടാണ് വിക്രം സുധാകരൻ നേരെ ഇടുക്കിയിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ടും അയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായില്ല. ഈ പറയുന്ന ചന്ദ്രശേഖരനും അയാളുടെ മരുമോന് ശ്രീകാന്തും ചേർന്ന് വേട്ടയാടുക ചെയ്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോടതി ചോദിച്ചു, അതിന് തെളിവുകളും കാര്യങ്ങളും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട്, എനിക്ക് 3-4 പേരെ വിസ്തരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുമാധവനെ, ഗീർ വർഗീസിനെ, മേരിയെയും മൈക്കിളിനെയൊക്കെ വിസ്തരിക്കാനായിട്ട് വിളിക്കുവാണ്. ആദ്യം ഗീർ വർഗീസിനെ വിളിച്ചു. ഗീർ വർഗീസിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ശങ്കരനാരായണ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വിക്രത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു, അതെ അയാൾക്കെതിരെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാരാ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചന്ദ്രശേഖരനും ശ്രീകാന്തുമായിരുന്നു, അളിയനും അമ്മായച്ചനും കൂടെ ആയിരുന്നെന്ന് പറഞ്ഞു പിന്തുടർന്നുകൊണ്ടിരുന്നേ.
അങ്ങനെ ഒടുവിൽ അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് നല്ല ഭയം ഉണ്ടായിരുന്നു. വിക്രത്തെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നില്ല പേടി, വേദയെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അങ്ങനെ രാത്രിയിൽ അവരെൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവരെൻ്റെ പിന്നാലെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ പള്ളിയിൽ പോയി അറിയിക്കാമെന്നും പറഞ്ഞിട്ട് അവരെ വീട്ടിലാക്കിയിട്ട് പള്ളിയിൽ അറിയിക്കാനായിട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല. വീടാകെപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അല്ല പിന്നെ എപ്പോഴാണ് വിക്രത്തെ കണ്ടത് എന്ന് ചോദിച്ചു. പിന്നീട് വിക്രത്തിനെ ഞാൻ കണ്ടത് അവൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുന്ന, അവൻ കൊലയാളി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവനെ കണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം മേരിയെ വിളിച്ചു. മേരിയെ വിളിച്ചിട്ട് മേരിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മേരിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മേരി പറഞ്ഞു, അതെ എനിക്ക് വേറെ അറിയാം, അവൾക്ക് എപ്പോഴും ഭയമായിരുന്നു, അവൾക്ക് പേടിയായിരുന്നു, കൊല്ലാൻ വരുമെന്നുള്ള ഭയം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ല നിങ്ങൾ അവളോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. വേറെ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടേന്ന് ചോദിച്ചു. അത് കണ്ണീർമലയിൽ വെച്ച് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അടിപിടിയും കാര്യങ്ങളൊക്കെ നടന്നു. ആ സമയത്ത് അവൾ അവിടെ വെച്ച് ബോധം കിട്ടുപോയി. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചാണ് അവസാനമായിട്ട് അവളെ കാണുന്നത്. പിന്നീട് അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സേതുമാധവൻ്റെ ഊഴമായിരുന്നു. സേതുമാധവനെ വിളിച്ചു നിർത്തി. അങ്ങനെ ശങ്കരനാരായണൻ ചോദ്യം ചോദിക്കുകയാണ്, വിക്രത്തിനെ എങ്ങനെ അറിയാം? എനിക്ക് വിക്രത്തിനെ മുമ്പ് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയതാ. അവിടെ വെച്ചാ വിക്രത്തിനെ ഞാൻ പരിചയപ്പെടുന്നേ. പിന്നീട് വിക്രത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ശങ്കരനാരായണൻ ചോദിച്ചു, അല്ല വിക്രത്തിനെ നിങ്ങൾ പിന്നീട് കണ്ടിട്ടേ ഇല്ലെന്ന് ചോദിച്ചു. കണ്ടു, കണ്ണീർമലയിൽ ആ സംഭവത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുകയാണ്. കാരണം പല കാര്യങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അനിയൻകുട്ടനെ വിക്രത്തോടൊപ്പം ഞാൻ കാണുമ്പോൾ അനിയൻകുട്ടന് അങ്ങനെ സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഒരു പേടിയും കാര്യങ്ങളുമായിരുന്നു. മാനസിക പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അതേക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം, ഈ പറയുന്ന അനിയൻകുട്ടന് അങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടാവാനായിട്ട് കാരണം അയാൾ ഒരു കൊലപാതകം നേരിട്ട് കണ്ടുകൊണ്ടാണ്. പക്ഷേ അയാൾ ആ കൊലപാതകത്തിന് സാക്ഷിയായിരുന്നു. അയാൾ ആ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് കരുതിയിട്ടാണ് അനിയൻകുട്ടനെ തീർത്തത്. ഈ അനിയൻകുട്ടന് ഈ പുളിക്കനെ കൊല്ലുന്ന കണ്ടിട്ടുണ്ട്. ആ പുളിക്കനെ കൊല്ലുന്ന കണ്ട് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനിയൻകുട്ടനെ തീർത്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത്ര സമയം ഉണ്ടായിരുന്ന ദർശൻ എഴുന്നേറ്റ് ഒബ്ജക്ഷൻ പറയണം. അങ്ങനെ ദർശൻ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാണ്ടെന്ന് പറഞ്ഞു സേതുമാധവനോട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സേതുമാധവനോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടതാണോ എന്ന് ചോദിച്ചു. ഈ അനിയൻകുട്ടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടതാണോ എന്ന് ചോദിച്ചു. ഇല്ല, വിക്രം പറഞ്ഞിട്ടുള്ള അറിവാന്ന് പറഞ്ഞു. അതാണ് എനിക്ക് അറിയേണ്ടിയിരുന്നെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഈ പറയുന്ന സേതുമാധവനോട് ശങ്കരനാരായണൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചതെന്നൊക്കെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അതെ പിറ്റേ ദിവസം ഇടുക്കിയിൽ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടൊപ്പം അവരും പോരുവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോരുന്നതിന് മുമ്പ് വേദയ്ക്ക് കണ്ണീർമല കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കണ്ണീർമല കാണാനായിട്ട് പോയി. അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് റിസോർട്ടിൽ നിന്ന് മാനേജർ എന്നോട് പറഞ്ഞു, അതെ നടപ്പാത അതിലൂടെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, അവിടെ വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വേറൊരു വഴി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആ വഴി കൂടെ അവിടേക്ക് ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വിക്രത്തെയും വേദയും കുറച്ച് പേര് ചേർന്ന് ആക്രമിക്കുന്നു. അല്ലാതെ ആരാ ആക്രമിച്ചതെന്ന് ചോദിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും ചേർന്നിട്ടാന്ന് പറഞ്ഞു. പിന്നീടോ അങ്ങനെ ഞാനും കൂടെ അവിടെ ചെന്നിട്ട് അവരെ കീഴ്പ്പെടുത്തി. പക്ഷെ അപ്പോഴാണ് വിക്രം പറയുന്നത്, അനിയൻകുട്ടന് പല കാര്യങ്ങളും അറിയാം. ആ കല്യാണ സമയത്ത് അനിയൻകുട്ടന് ബോധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അനിയൻകുട്ടന് കാര്യങ്ങളൊക്കെ വിക്രത്തോടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അനിയൻകുട്ടന് കാര്യങ്ങളൊക്കെ അറിയാം. ഈ അനിയൻകുട്ടനെ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും ഈ കേസ് തെളിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതൊക്കെ അറിയാവുന്ന ചന്ദ്രശേഖരൻ അപ്പത്തേനും അനിയൻകുട്ടനെ വെടിവെച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ചു, പിന്നീടോ? അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ബോധം കിട്ടു വീണു. വേദയും കൊണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നോട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിക്രം പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ വിക്രത്തെ കാണുന്നത് കൈവേലങ്ങ് വെച്ച രീതിയിലാണ്, വിക്രം കൊലയാളി എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ ഊഴം കഴിഞ്ഞു. അടുത്തത് പള്ളിയിൽ അച്ഛൻ്റെ മൈക്കിൾ അച്ഛൻ്റെ ഊഴമായിരുന്നു. അങ്ങനെ അച്ഛനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴും അച്ഛനും ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ശങ്കരനാരായണൻ കോടതി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണ്. താൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാണ്. അതുകൊണ്ട് കേസ് പുനരന്വേഷിക്കണം, ഒന്നുകൂടെ കേസ് പുനരന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുവാണ്. പിന്നീട് ദർശൻ്റെ ഊഴമായിരുന്നു. അങ്ങനെ ദർശൻ വന്നിട്ട് പറഞ്ഞു, അതെ ഇപ്പം ഈ
പ്രതിഭാവം വക്കീലായിരിക്കുന്ന ആള് മുമ്പ് ജഡ്ജി ആയിട്ടിരുന്നാണ്. അദ്ദേഹം ഓരോന്നും ഭാവനയും മെനഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാള് ഭാവനയെ കൊണ്ടുവന്നാണ് ഈ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതും പറഞ്ഞിട്ട് ദർശന ബാധിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ പറഞ്ഞ സത്യമാണെന്ന് അതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? അവരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതനുസരിച്ചിട്ടാണ് അവർ ഈ ഓരോ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണ നല്ല ദേഷ്യം വന്നു. പക്ഷെ ദർശൻ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കം ഉണ്ടായിരുന്നില്ല. ദർശൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധിപ്പിക്കാനുണ്ട്. എനിക്ക് അവരെ വീണ്ടും ഒന്ന് ചോദ്യം ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞു. അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദ്യം ചെയ്യണം. ആദ്യം ഗീർവർഗീസിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടോ വിക്രം നിറയൊഴിക്കുന്ന കണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന അനിയൻകുട്ടനെ നിറയൊഴിക്കുന്ന കണ്ടോന്ന് ചോദിച്ചു ചന്ദ്രശേഖരൻ. അതില്ല. അല്ല വിക്രം കൊല്ലുന്നോ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടാണെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാല് പേരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം അവരത് കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും സംഭവ സ്ഥലത്ത് അവരാരും ഉണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ ദർശൻ പറഞ്ഞു, കണ്ടില്ലേ, ഇവർക്കൊന്നും കാര്യത്തിന് സത്യാവസ്ഥയൊന്നും അറിയത്തില്ല. പറഞ്ഞു കേട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ഇവർക്കുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഈ പറയുന്ന വരുണ്ട കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരുണിന്റെ ദേഹത്തു നിന്ന് കിട്ടിയ ബുള്ളറ്റും അതുപോലെ തന്നെ ചന്ദ്രശേഖരന്റെ ദേഹത്തു നിന്ന് കിട്ടിയ ബുള്ളറ്റും ഒരു തോക്കിലേതാണ്. ആ തോക്ക് വേറെ ആരുടേതുമല്ല, അത് ശങ്കരനാരായണൻ്റെതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് ശ്രീകാന്ത് എടുത്തോണ്ട് പോയതാണ്. ശ്രീകാന്താണല്ലോ അതെല്ലാം ചെയ്ത ആള്. വരുണിനെ കൊന്നതും ചന്ദ്രശേഖരനെ കൊന്നതും ഒക്കെ ശ്രീകാന്ത് തന്നെയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, മരുമോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. മരുമോനുമായിട്ട് ചേർന്നിട്ടാണ് വരുണിനെ മരുമോൻ കൊന്നു. അങ്ങനെ ആ കൊലപാതക കാര്യങ്ങളൊക്കെ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രശേഖരനെ തീർത്ത് കളഞ്ഞാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് പോലും സഹിച്ചില്ല. കാരണം വിക്രത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനൊരു കാര്യം. വിക്രത്തിനാണ് സങ്കടം വന്നു. കാരണം താൻ ചെയ്യാത്ത കുറ്റമാണ്. വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ വന്ന് തൻ്റെ തലയിലേക്ക് അടിച്ച് തന്നെ ഒരു കാരണവശാലും പുറത്തു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ദർശനെ വിശ്വസിപ്പിച്ചിരിക്കുക എന്നുള്ള കാര്യം വിക്രത്തിനും മനസ്സിലായി. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അന്നത്തെ ദിവസം കോടതി പിരിവാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തെ കാത്ത് ദർശന ശ്രീകാന്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം അവർ രൂക്ഷമായിട്ട് നോക്കണം. അപ്പോഴേക്കും ദർശൻ പറഞ്ഞു, എന്താടാ നീ നോക്കുന്നത്? നോക്കി പേടിപ്പിക്കണോ? വരുണ്ട കൊലച്ചോറും കൊണ്ട് നിന്നെ കൊണ്ട് ഞാൻ ഉണ്ണിക്കൂടാ. വാസവൻ കേസ് പിൻവലിച്ചെന്നോർത്തോണ്ട് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഞാൻ പൂട്ടൂടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് ദർശനോട് പറഞ്ഞു, വാ ദർശനം എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോകുകയാണ്. അപ്പോഴേക്കും മാഷ് വന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രത്തിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. മാഷിനോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ മാഷിനും ഭയങ്കര സങ്കടമായി. ആ സമയത്ത് വേദ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കുമാണ് സേതുലക്ഷ്മി അമ്മ വരുന്നത്. സേതുലക്ഷ്മി അമ്മ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തരുൺ ആ മുറിയുടെ വാതൊക്കെ നിൽക്കുന്നത് കണ്ടു. തരുൺ വന്ന് നോക്കുമ്പോൾ വേദ കുഞ്ഞിനെ ഓരോ പാട്ടൊക്കെ പാടി കൊഞ്ചിച്ചാണ് ഉറക്കുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ തരുണിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ തരുണ് പെട്ടെന്ന് തന്നെ അങ്ങ് തിരിഞ്ഞുപോയി. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മ മുറിയിലേക്ക് കയറി വന്നിട്ട് വേദ അടിച്ചു, മോള് ഇപ്പം തിരക്കിലാണോന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പം മോൾ ഉറങ്ങിയെന്ന് പറഞ്ഞു. എങ്കിൽ ബാ, എനിക്ക് മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേദയെ മോളത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താ അമ്മേ? അതെ, നിനക്ക് തരുണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ. എനിക്കതറിയാം. ഒരുപക്ഷെ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മനസ്സിന് കുറച്ച് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്ക് നിന്റെ കുഞ്ഞിനെ വളർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അറിയാലോ, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിനക്ക് നിന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തണം എന്നല്ലേ ആഗ്രഹം. അങ്ങനെ വളർത്താനായിട്ടുള്ള ഒരു സിദ്ധ ഔഷധം ഉണ്ട്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടിരുന്നു. ദേ ഈ മുറിയാണ് അതിനുള്ള സിദ്ധ ഔഷധം എന്ന് പറഞ്ഞു. അങ്ങനെ വേദം നോക്കിക്കഴിഞ്ഞപ്പോൾ മുറിക്കകത്ത് നിറയും കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് സേതുലക്ഷ്മിയമ്മ നോക്കണം. ഇതേ ഈ മുറിയിൽ നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം വേദയൊന്ന് പാകപ്പെടുത്തി എടുക്കുക, അതായിരുന്നു സേതുലക്ഷ്മി അമ്മയുടെ ഉദ്ദേശം. അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.